താൻ അധികാരത്തിലേറിയാൽ 24 മണിക്കൂറിനകം ലോകത്തെ എല്ലാ യുദ്ധങ്ങളും നിർത്തുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ യമനിലെ ഒരു ചെറിയ പ്രസ്ഥാനത്തിനെതിരെ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ഹൂത്തികൾ എന്നറിയപ്പെടുന്ന അൻസാറുള്ള കനത്ത തിരിച്ചടിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രസ്ഥാനം ചെറുതാണെങ്കിലും ചെങ്കടലിലെ പോരാട്ടത്തിലൂടെ ലോക സാമ്പത്തിക മേഖലയെ ഇളക്കിമറിച്ച ഹൂത്തികളെ തകർക്കാൻ ട്രംപിന് കഴിയുമോ? വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയെ ഉപരോധിച്ച് വരിഞ്ഞുമുറുക്കുന്ന ഇസ്രായേലിനെ നിലക്കു നിർത്താൻ ഇനിയും അൻസാറുള്ളക്കാകുമോ? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് യമൻ തലസ്ഥാനമായ സൻആ ഉൾപ്പെടെ വിവിധ ഹൂത്തി കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യാപക വ്യോമാക്രമണം തുടങ്ങിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണം തത്സമയം കാണുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. 30-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. കുട്ടികളടക്കം നിരവധി സാധാരണക്കാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. ചെങ്കടലിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം 4 മാസം മുമ്പ് US യുദ്ധക്കപ്പലിനു നേരെ ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടി കൂടിയാണ് ഇത് എന്ന് പെന്റഗൺ അറിയിച്ചു. ചെങ്കടലിലെ കപ്പൽ ആക്രമണം ഹൂത്തികൾ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ വലിയ ദുരന്തമായിരിക്കും അവരെ കാത്തിരിക്കുന്നത് എന്നും ട്രംപ് പറഞ്ഞു. ഹൂത്തികൾക്ക് പിന്തുണ നൽകുന്ന ഇറാന് നേരെയും ഭീഷണി മുഴക്കി ട്രംപ്. കഴിഞ്ഞ 3 ആഴ്ചയായി ഗസയിലേക്ക് വെള്ളവും ഭക്ഷണവും കടത്തിവിടാതെ ഇസ്രായേൽ ഉപരോധിക്കുകയാണ്. ഈ ഉപരോധം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കുമെന്ന ഹൂത്തി മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ ആക്രമണം. അമേരിക്കയുടെ ഈ നടപടിക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഹൂത്തികൾ. തലസ്ഥാനമായ സൻആ ഉൾപ്പെടെ യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന സായുധ സംഘമാണ് അൻസാറുള്ള എന്ന ഹൂത്തികൾ. ഇറാനിലെ ഷിയ നേതൃത്വവുമായി ബന്ധം പുലർത്തിയിരുന്ന ഹുസൈൻ അൽ ഹൂത്തി നേതൃത്വം നൽകിയ പ്രസ്ഥാനമായതുകൊണ്ടാണ് അൻസാറുള്ളയിലെ അംഗങ്ങളെ ഹൂത്തികൾ എന്ന് വിളിക്കുന്നത്. 1990കളിലാണ് അൻസാറുള്ളയുടെ ഉദയം. സ്വയം ഭരണത്തിനായി യമൻ ഭരണകൂടവുമായി ഇവർ പോരാടിക്കൊണ്ടിരുന്നു. 2004 ഹുസൈൻ അൽ ഹൂത്തി കൊല്ലപ്പെട്ടു. പിന്നീട് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഹുസൈന്റെ സഹോദരൻ അബ്ദുൽ മാലിക് അൽ ഹൂത്തിയാണ് ഏറ്റെടുത്തത്. ഓരോ വർഷവും ഹൂത്തികൾ യമന്റെ ഓരോ ഭാഗങ്ങൾ കീഴടക്കിക്കൊണ്ടിരുന്നു. 2014 തലസ്ഥാനമായ സൻആയും ഹൂത്തികൾ പിടിച്ചെടുത്തു. സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങളുടെ സഖ്യം ഹൂത്തികൾക്കെതിരെ 2015 യുദ്ധം പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ പിന്തുണയും കിട്ടി. പോരാട്ടം കനത്തു. 10,000-കണക്കിന് പേർ യമനിൽ കൊല്ലപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദിയും കൈകോർത്തപ്പോൾ അനുബന്ധമായി ഹൂത്തികളുമായും സൗദി കരാറിലെത്തി. 2023 നിർണായകമായ കരാർ നടപ്പിലായി തുടങ്ങി. പിന്നെ ഹൂത്തികളുടെ പ്രധാന ശ്രദ്ധ ഗസ യുദ്ധത്തിലായിരുന്നു. ഗസയെ അമേരിക്കയും ഇസ്രായേലും ചുട്ടുകരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രതിരോധത്തിന്റെ പ്രധാന റോൾ ലോകത്തെ കാണിച്ചത് ഹൂത്തികളായിരുന്നു. ചെങ്കടൽ കേന്ദ്രീകരിച്ച് ഹൂത്തികൾ നടത്തിയ പ്രതിരോധം ലോക സാമ്പത്തിക രംഗത്തെ തന്നെ പിടിച്ചുകുലുക്കി. ഇസ്രായേലുമായും അമേരിക്കയുമായും ബന്ധമുള്ള ചെങ്കടൽ വഴി പോകുന്ന ചരക്കു കപ്പലുകൾക്ക് നേരെയായിരുന്നു ഹൂത്തികളുടെ ആക്രമണം. ഏഷ്യയിൽ നിന്ന് കപ്പലുകൾക്ക് യൂറോപ്പിലേക്കും അമേരിക്കയുടെ കിഴക്കൻ തീരദേശത്തേക്കും യാത്ര ചെയ്യാൻ ഏറ്റവും ദൂരം കുറഞ്ഞ കടൽപാതയിലെ പ്രധാന കണ്ണിയാണ് ചെങ്കടൽ. ലോകത്തിലെ സമുദ്രമാർഗമുള്ള ചരക്കു നീക്കത്തിന്റെ 12% ചെങ്കടൽ വഴിയാണ് എന്നാണ് കണക്ക്. അറബിക്കടലിൽ നിന്ന് ചെങ്കടലിലേക്ക് പ്രവേശനം നൽകുന്ന ഏദൻ കടലിടുക്ക് മുതൽ സൂയസ് കനാൽ വരെയുള്ള സമുദ്രപാത ഹൂത്തികൾക്ക് സ്വാധീനമുള്ള മേഖലയാണ്. ചെങ്കടൽ ഒഴിവാക്കി യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ കപ്പലുകൾക്ക് സഞ്ചരിക്കണം എങ്കിൽ ആഫ്രിക്കയുടെ തെക്കൻ മുനമ്പ് ചുറ്റി പോകേണ്ടി വരും. ഈ യാത്ര ദൈർഘ്യമേറിയതാണ്. അതുകൊണ്ട് തന്നെ ഇന്ധന ചെലവും കൂടും. ഇതുകാരണം ലോകവ്യാപാരത്തിൽ $200 ബില്യൺ നഷ്ടമാണ് ആദ്യ ദിനങ്ങളിൽ തന്നെ ഉണ്ടായത്. ലോക സാമ്പത്തിക രംഗത്തെ തന്നെ ഇത് സ്തംഭിപ്പിച്ചു. അതോടൊപ്പം ഇസ്രായേലിലെ ടെൽ-അവീവ് വരെ ഹൂത്തികളുടെ ഡ്രോണുകളും എത്തി. ഇപ്പോഴത്തെ ആക്രമണത്തോടെ ഹൂത്തികളെ ഇല്ലാതാക്കും എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അത് സ്വപ്നം മാത്രമായിരിക്കും. 17 മാസമായി തുടരുന്ന യുദ്ധത്തിൽ ഹമാസിനെ ഇല്ലാതാക്കാൻ അമേരിക്കക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടില്ല. കരയും കടലും വായുവും വളഞ്ഞിട്ട ഗസ എന്ന കൊച്ചു തുരുത്തിലാണ് ഹമാസിന്റെ ഈ ചെറുത്തുനിൽപ്പ്. എന്നാൽ ഹൂത്തികൾ ഏറ്റവും ദുർഘടമായ വിശാലമായ പ്രദേശത്താണ് തമ്പടിക്കുന്നത്. വിശാലമായ കരയും കടലും അവർക്കുണ്ട്. അതിനാൽ ഹൂത്തികളെ പെട്ടെന്ന് ഇല്ലാതാക്കുക എന്നത് ട്രംപിന് പ്രയാസമായിരിക്കും.